ഹലോ നമസ്കാരമുണ്ട്. ഞാൻ ശാന്തകുമാരി കുവൈറ്റാണ്. അപ്പോൾ ഞാൻ പണ്ട് നമ്മളുടെ അവിടെ ഇതുപോലെ ഉരുൾപൊട്ടലും അതും ഇതും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഈ സഹായിച്ച പൈസയെല്ലാം വേറെ ആരോ തിന്നുകൊണ്ട് പോയി ഉണ്ടായിരുന്നു. ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വയനാട്ടിൽ ഈ ദുരന്തം നടന്നതിൽ ഈ ആരെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ആര് സഹായിക്കണം, ഗൾഫിലാണെങ്കിലും അല്ലാത്തവിടെ ഉള്ളവരാണെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തികളിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം. അല്ലാതെ നേരിട്ട് കൊടുക്കണം. എന്തായാലും ഒരു സംഘടനേൻ്റെ പേരിലോ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പേരിലോ ഗവൺമെൻറ്റിൻ്റെ സഹായനിധി എന്ന് പറയുന്നതിൽ ആരും കൊടുക്കരുത്. കാരണം കൊടുത്തു കഴിഞ്ഞാൽ ഈ അനുഭവിച്ചവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ഇനിയിപ്പോൾ ഈ ഒരു വെള്ളപ്പൊക്കം വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാർ ഇതിലുണ്ട്. മരിച്ചു പോയതൊന്നും അവർക്കൊരു പ്രശ്നമൊന്നുമല്ല. അപ്പോൾ പൈസ കൊടുക്കുന്നവർ, വീട് വെച്ച് കൊടുക്കുന്നവർ, സഹായം ചെയ്യുന്നവർ എല്ലാവരും നേരിട്ട് അതാത് ആൾക്കാർക്ക് നിങ്ങൾ ആർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അവർക്ക് നേരിട്ട് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അല്ലാതെ ഒരു കാരണവശാലും ഒരു സംഘടനയ്ക്കും കൊടുക്കരുത്. ആ സംഘടനയിൽ ആരുടെയും കൊടുക്കരുത്. സഹായനിധി എന്ന് പറയുന്ന ഇപ്പോൾ ഉള്ള ഗവൺമെൻറ്റിനും കൊടുക്കരുത്. കാരണം കൊടുത്താൽ കിട്ടില്ല. ഏതോ ഒരു സ്ഥലത്ത് പണ്ട് ഉണ്ടായിരുന്ന ഇതേപോലെ ഉരുളുപൊട്ടി ഒരുപാട് ആൾക്കാർക്ക് അപകടങ്ങളുണ്ടായി, ഒരുപാട് പേര് മരിച്ചു. അതിൽ നിന്നല്ലേ ഒരുത്തൻ 5 ലക്ഷം എത്രയൊക്കെയോ മുക്കി എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നമ്മളുടെ ആൾക്കാർ സഹായിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് കൊടുക്കണം. അത് നമ്മുടെ ഈ ഇതിൽ ഫേസ്ബുക്കിൽ ഒരു സഹോദരൻ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതിന് മുൻപും അവിടെ സഹായിച്ചിട്ട് വാങ്ങിയവർ നന്നായി എന്നല്ലാണ്ട് ഈ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്ക് യാതൊരു ഉപകാരവും ഉണ്ടായിട്ടില്ല, ഇനിയൊട്ട് ഉണ്ടാകാൻ പോകുന്നുമില്ല. കാരണം എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ആ സമയത്തുള്ള ഒരു ഇതല്ല, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ അർജുൻ്റെ കാര്യം പോലെ തന്നെ 4 ദിവസം കഴിയുമ്പോൾ അതും ജനങ്ങൾ മറക്കും. ഈ സഹായങ്ങൾ വന്നത് മുഴുവൻ ഇതിൻ്റെ പിന്നാലെ നടന്ന കുറേ ആൾക്കാരുണ്ട്. മനസ്സാക്ഷിയില്ലാത്ത ഒരു സമൂഹവും കൂടി നമ്മുടെ മറുഭാഗത്തുണ്ട്. ഒരു ഭാഗം ഒരു പൈസ എടുത്താൽ ഒരു ഭാഗം നല്ലവരും ഒരു ഭാഗം കെട്ടവരെന്ന് പറയുന്ന പോലെ ഈ ഒരു കാരണത്തിൽ പൈസ ഉണ്ടാക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് സഹായിക്കുന്നവർ നേരിട്ട് സഹായിക്കുക, കൊടുക്കുക. അവരിൻ്റെ നമ്പർ, അവരിൻ്റെ അഡ്രസ്സുകൾ അങ്ങനെ നിങ്ങൾ തപ്പിപ്പിടിച്ച് എങ്ങനെയെങ്കിലും കിട്ടാൻ വഴിയുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അല്ലാതെ സഹായ ഫണ്ട് അത് ഇത് എന്ന് പറഞ്ഞ് ആരെങ്കിലും വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നന്നാകുന്നല്ലാതെ ആരും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ എല്ലാവരും വയനാട്ടിലെ ഈ ഒരു വിഷമം സഹിക്കാൻ പറ്റാത്ത ഒരു വിഷമമാണ്. എന്താ ചെയ്യുക? ഒന്നാമത്തത് ഞാൻ പറയുന്നത് ഒരു തമാശയായിട്ട് കരുതരുത്. ഞങ്ങൾ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഭൂമി ദേവി എന്ന് പറഞ്ഞ ഒരമ്മ എന്നുള്ളതാണ്. അതായത് ഒരമ്മയുടെ വയറ്റിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് എന്ത് സുരക്ഷിതമായിട്ട് ഇരിക്കുന്നോ അതേപോലെയാണ് ഭൂമി ദേവി എന്ന് പറയുന്നത്. ആ ഭൂമിയിൽ ജീവിക്കുന്ന ഈ മനുഷ്യരെന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു, എന്തെല്ലാം വൃത്തികേട് കാണിക്കുന്നത് ഭൂമി ദേവിക്കും സഹിക്കാൻ പറ്റാണ്ടായി. അതിനൊരു മുന്നറിയിപ്പാണ് ഭൂമി ദേവി തരുന്നത്. ഇനി ആകാശത്തിൽ ഇപ്പോൾ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നുണ്ടല്ലോ ആൾക്കാർ. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് ഇനിയുള്ള കാലങ്ങളിൽ അറിയാം. കാരണം ഭൂമിക്ക് അത്രയും സഹിക്കാൻ പറ്റാണ്ടായ ആൾക്കാരിൻ്റെ അടുത്തുനിന്ന് വൃത്തികേടുകൾ ഇടുക, അതുപോലെ സാധനങ്ങൾ ഇടുക, പിന്നെ കുറേ കുഴൽ കിണറുകൾ കുഴിക്കുക, പിന്നെ കുറേ തുരങ്കങ്ങൾ ഉണ്ടാക്കുക. ഭൂമിനെ വേദനിപ്പിച്ച് ഭൂമി ദേവിക്ക് സഹിക്കാൻ പറ്റാണ്ടായി. അതാർക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കളിയല്ല, ഭൂമിക്ക് സഹിക്കാൻ പറ്റാത്ത അക്രമങ്ങളും അട്ടുഴിയങ്ങളാണ് ഭൂമിയിൽ നടക്കുന്നത്, ആൾക്കാർ നടത്തുന്നത്. അതുകൊണ്ട് ഭൂമിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ ലോകത്തിന്. മനസ്സിലായ? അതുകൊണ്ടാണ് വെറുതെ എല്ലാ ആൾക്കാർ പഠിച്ച ആൾക്കാർ പറയുന്നത് ഭൂമിക്ക് സഹിക്കാൻ പറ്റാണ്ടായാൽ ഒരു സ്ത്രീ കഴിയുന്നതും ഭൂമിയോളം ക്ഷമിക്കുന്ന ഒരു വ്യക്തിയാണ് സ്ത്രീ. ആ സ്ത്രീക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ണകി മധുരനെ എരിച്ച പോലെയായിരിക്കും സംഭവം. എന്ന പോലെ ഭൂമിക്ക് സഹിക്കാൻ പറ്റാണ്ടായി, അതാണ് ഇത്രയും വരുന്നത്. എന്നിട്ട് ജനങ്ങൾ പഠിക്കുമോ?
ഒരിക്കലും പഠിക്കില്ല. എന്ത് തന്നെ ആയാലും ജനങ്ങൾ പഠിക്കില്ല. കേരളം മോശമാണ് വൃത്തിൻ്റെ കാര്യത്തിൽ. ഓരോ ഗൾഫ് നാട്ടുകളിലൊക്കെ എന്തെല്ലാം എങ്ങനെയെല്ലാം ആൾക്കാർ നടത്തുന്ന അവരുടെ രാജ്യത്തിന് വൃത്തിയിലും വെടുപ്പിലും. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇത്രയും പകർച്ചവ്യാധികളും അസുഖങ്ങളും വരുന്നതെന്നറിയോ? വൃത്തിയില്ലാണ്ടാണ്. നമ്മളും കുറച്ചൊക്കെ നോക്കണം, ജനങ്ങളും കൂടി നോക്കണം അതിൽ. പക്ഷേ വൃത്തി കുറവാണ്. അതുപോലെ ഭൂമിനെ തുളയ്ക്കുക, ഓട്ടയുണ്ടാക്കുക, പാറകൾ പൊട്ടിക്കുക. അപ്പോൾ ഭൂമിക്ക് നിൽക്കാനുള്ള, അതായത് അടിയിലെ പാറൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത് മലകളും അതും ഇതുമൊക്കെ. ആ മലയിൽ പോയി പാറ പൊട്ടിച്ച് അതിനെ തുരത്തി അത് വേറെ പ്രശ്നങ്ങൾ. അതുകൊണ്ടൊക്കെയാണ് ഭൂമി നമ്മൾക്കൊരു മനുഷ്യനൊരു മുന്നറിയിപ്പ് തരുന്നതാണ്. ഇതിൽ നിന്നെങ്കിലും മനുഷ്യൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി നമ്മൾക്ക് നിലനിൽപ്പില്ല ഭൂമിയിൽ. മനസ്സിലാവുണ്ടോ? കോടികൾ ചിലവാക്കി ഓരോരുത്തർ വീടുണ്ടാക്കിയിട്ട് 2 കോടി 3 കോടി 5 കോടി 50 കോടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ ഇന്നാൾ കുവൈറ്റിൽ മരിച്ച വീട്ടുകാർ 1.5 കോടി രൂപയ്ക്ക് വീട് വെച്ചു എന്ന് പറഞ്ഞു. 1 മാസമാണ് അവരതിൽ താമസിച്ചിരിക്കുന്നത്. അവർക്ക് താമസിക്കാനുള്ള യോഗം ഉണ്ടായില്ല. ഈ 1.5 കോടിക്ക് ഒരു വീട് വെച്ചതിൽ 1 കോടിക്ക് വെച്ചിട്ട് ബാക്കി 50 ലക്ഷം കൊണ്ട് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് 4 വീട് വെച്ച് കൊടുക്കായിരുന്നില്ലേ? അപ്പോൾ കാശുള്ളവർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. മനസ്സിലായോ? അപ്പോൾ എത്ര തന്നെ ആയാലും എന്ത് കോടികൾ കൊണ്ട് ഉണ്ടാക്കിയാലും അതിലിരിക്കാൻ യോഗമില്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അപ്പോൾ എല്ലാവരും സഹായിക്കുന്നത് നേരിട്ട് സഹായിക്കുക. ഓക്കെ, ബൈ.